ഇന്നത്തെ ഈ ഒരു ദിവസത്തില് അല്ലെങ്കിൽ നമ്മുടെ നൃത്യ രംഗത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ഓർമ്മിക്കേണ്ട ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, ദീർഘദർശിയായ ഒരു മനുഷ്യനും വേണ്ടി നമുക്ക് പറയേണ്ടതുണ്ട്. മൺമറഞ്ഞ ശ്രീ വി ശ്രീകണ്ഠൻ നായർ എന്ന സാധാരണക്കാരൻ തന്റെ ഇളയ മകളായ സുമസന്ധ്യ എന്ന പെൺകുട്ടിയുടെ ശാസ്ത്രീയ നൃത്തത്തിലുള്ള താല്പര്യവും കഴിവും മനസ്സിലാക്കി അവരുടെ നൃത്ത സവാരിയിൽ അവളോടൊപ്പം സഞ്ചരിച്ച് ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും കുച്ചിപ്പുടിയിലും തന്റെ മകൾക്ക് മികച്ച അധ്യാപകരുടെ ശിക്ഷണം ഉറപ്പാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. സാധാരണക്കാരുടെ മക്കൾക്ക് കലയിൽ മികച്ച വിദ്യാഭ്യാസവും ശിക്ഷണവും ലഭിക്കണമെങ്കിൽ അവർക്ക് പ്രാപ്യമായ രീതിയിലുള്ള കലാക്ഷേത്രങ്ങൾ നാട്ടിലുണ്ടാകേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ആ സാധാരണക്കാരന്റെ അസാധാരണമായ യാത്രയുടെ ഫലമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന നൃത്യരംഗം ആർട്സ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന സന്നദ്ധ സംഘടനയുടെ പിറവിയും നൃത്യരംഗം സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് എന്ന ഈ കലാക്ഷേത്രത്തിന്റെ ഉദയവും. അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായുള്ള ഒരു കയ്യടി നമുക്ക് അദ്ദേഹത്തിന് ആദ്യം തന്നെ ഈ ഒരു മൊമെന്റിൽ നൽകാവുന്നതാണ്. നമുക്ക് ചുറ്റുമുള്ള സാധാരണക്കാരായവരുടെ മക്കൾക്ക് ശാസ്ത്രീയ നൃത്തത്തിലും സംഗീതത്തിലും വാദ്യോപകരണത്തിലും ഏറ്റവും മികച്ച വിദ്യാഭ്യാസവും പരിശീലനവും ഉറപ്പുവരുത്തുന്നതിന് 2011 മുതലാണ് നൃത്യരംഗം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സത്യത്തില് നമ്മുടെ ഈ ഒരു നൃത്യരംഗം എന്ന പേര് നൽകിയിട്ടുള്ളത് ഈ സ്കൂളിന് ഈ ഒരു നാമം നിർദ്ദേശിച്ചത് തന്നെ സാക്ഷാൽ പത്മവിഭൂഷൺ ഡോക്ടർ പത്മസുബ്രഹ്മണ്യമാണ്. തന്റെ പ്രിയ ശിക്ഷയായ ശ്രീമതി സുമാസന്ധ്യയുടെ ആഗ്രഹം കേട്ടപ്പോൾ ഭരതനാട്യത്തിന്റെ കുലപതിയായ ആ മഹാത്മാവ് നൃത്യരംഗം എന്ന പേരാണ് ഈ ഒരു സംരംഭത്തിന് നൽകിയിട്ടുള്ളത്. അങ്ങനെ 2011 മുതൽ നമ്മുടെ ഈ ഒരു പ്രദേശത്തെ എല്ലാ കുട്ടികൾക്കും ഏറ്റവും രീതിയിലുള്ള കലയിലുള്ള ശിക്ഷണം നൽകാനായിട്ട് നമ്മുടെ നൃത്യരംഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ പിന്നണി പ്രവർത്തകർക്ക് എല്ലാവർക്കും നല്ലൊരു കൈയ്യടി നമുക്ക് ഒരിക്കൽ കൂടെ ഈ ഒരു നിമിഷത്തിൽ നൽകാവുന്നതാണ്.